പാർവതി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഇനി ഓർക്കണ്ട. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? പാർവതി, അച്ചമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞില്ല നീ ഇവിടുന്ന് പോയത്. മേഡം നിന്നെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്. മേഡത്തിനോടെങ്കിലും നിനക്ക് സത്യം പറയാതില്ലേ? മേഡത്തോട് പാർവതി ഒരു സോറി പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ പോയി മേഡത്തെ കാണും. മേഡത്തിന്റെ മുന്നിൽ പോകാൻ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ കൂടെ വരാം. മേഡം ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. നീ നിന്റെ റൂമിലേക്ക് അല്ലേ? ഏയ്, ഒന്ന് നിന്നേ. കൈലാസ്, എന്താ ഇതിന്റെ അർത്ഥം? ഈ ഫ്രോഡിന് നിന്റെ കാറ് കയറ്റിക്കൊണ്ടുവരാൻ നാണല്ലേ നിനക്ക്? മുക്ത, വേണ്ട. ഇവളുടെ കാര്യത്തിൽ നീ ഇങ്ങനെ അമിത താല്പര്യം കാണിക്കുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇതുപോലൊരു പെരും കള്ളിയെ. പാർവതി കള്ളിയല്ല. നമ്മുടെ ഗാർമെന്റ്സിൽ നിന്ന് ഒരു കർച്ചീഫ് പോലും പാർവതി മോഷ്ടിച്ചിട്ടില്ല. ഫോട്ടോ കാണണോ നിനക്ക്? കൂട്ടുപ്രതിയോടൊപ്പം മോഷ്ടിച്ച ഡ്രസ്സുമായി നിൽക്കുന്ന ഫോട്ടോ കണ്ടാലെങ്കിലും നീ വിശ്വസിക്കൂ? ഒരു മോഷണക്കഥ മെനഞ്ഞുണ്ടാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട മുക്ത. ആരാണ് ആ കഥ ചമച്ചതെന്നും എനിക്കറിയാം.